പ്രാർത്ഥിച്ചോളാം. എല്ലാവരും ഇങ്ങോട്ട് വരും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവായ യേശുവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, കഴിഞ്ഞ നാളുകളൊക്കെയും നീ ഞങ്ങളെ പരിപാലിച്ച് കാത്തു നടത്തിയ കൃപകൾക്കായി നന്ദി പറയുന്നു. ഈ വിശുദ്ധ ഞായറാഴ്ച പകൽക്കാലം ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് കർത്താവെ ഒരുമിച്ച് കൂടി കാൽത്തരത്ത് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി നന്ദി പറയുകയാണ്. നാഥ ദൈവമേ, സ്തോത്രം. 3 ആത്മാക്കൾ എന്ന പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളവാൻ തക്കവണ്ണം തീരുമാനിച്ചു. സ്നാനമേൽക്കുവാൻ യോർദാനിങ്കൽ വരുന്നു, പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാ. അതുപോലെ ദൈവമക്കൾ എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പറയുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായിട്ട് വളരെ ഒരുക്കത്തോടെ കടന്നു വന്നിരിക്കുന്നല്ലോ. ആ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി ഒരു 10 മിനിറ്റ് സമയം കർത്താവിൻ്റെ ദാസൻ ബിജു ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുവാനിടയായി തീരും. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. റോഡിങ്ങനെ ക്രോസ് ചെയ്ത് നിൽക്കരുത്, വണ്ടികൾ ചിലപ്പോൾ പോകുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വശത്ത് എല്ലാവരും ഇങ്ങോട്ട് നിന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ വ്യക്തമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മഹത്വമേറിയ ഈ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അതിപ്രകാരം പ്രത്യാശിക്കുന്നു. രക്ഷിക്കപ്പെട്ട് ഈ വചനത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നുവെന്ന് ക്രിസ്തുയേശുവിൽ ഞാൻ പ്രത്യാശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യപ്രകാരം നമുക്ക് വായിക്കുവാൻ കഴിയും. അല്ല, ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്നാണ് ഹല്ലേലൂയ പറയേണ്ടത്. ചർച്ചിൽ നല്ല ഹല്ലേലൂയ പറയേണ്ടത്, ഇവിടെ നിന്ന് ഹല്ലേലൂയ പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനത്തിലൂടെ തൽപ്രകാരം ഒരു സ്നാപകനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സ്നാനപ്പെട്ട ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ സ്നാനമേൽക്കുന്ന വ്യക്തി താൻ എന്തിനാണ് സ്നാനമേൽക്കുന്നതെന്ന് അറിയേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ആരാധന കേട്ടതുപോലെ ഹല്ലേലൂയ, പലപ്പോഴും സ്നാനപ്പെടുന്ന വ്യക്തി എന്തിനാണ് സ്നാനപ്പെടുന്നതെന്ന് സ്നാപകൻ പോലും അറിയാത്ത ഒരവസ്ഥയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ചുറ്റിനും സ്നാനപ്പെട്ട വ്യക്തി ജീവിതങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള സാക്ഷ്യത്തിൽ നിന്ന് പലപ്പോഴും വഴുതി പോകുവാനും അത് ദൈവനാമത്തിന് പലപ്പോഴും ഇടിച്ചിലുണ്ടാകുവാൻ ഇടവരുന്നതായ ചില കാര്യങ്ങൾ നമുക്കുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, നാം അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാനായിട്ട് നമ്മൾ സ്നാനപ്പെടുവാൻ നമ്മെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തിനാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തോട് നാം പങ്കാളികളായി തീരേണ്ടത്? ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ ഹല്ലേലൂയ നമ്മെ കർത്താവിനോട് ചേർന്നാൽ മാത്രമേ നാം ദൈവത്തിന്റെ പൈതൽ ആയി മാറത്തുള്ളൂ. ആമേൻ. ഞാൻ ഇപ്രകാരം വിശ്വസിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി കർത്താവിന്റെ ദാസൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഈ 10 മിനിറ്റ് എന്ന ഈ സമയം എനിക്ക് അനുവദിച്ചതുകൊണ്ട് ഒരു കർത്താവിന്റെ ശുശ്രൂഷ എന്ന രീതിയിൽ അത് ഹല്ലേലൂയ അവരോട് ചോദിക്കാതിരിക്കുവാൻ എനിക്ക് തരമില്ല. ഇന്ന് സ്നാനപ്പെടുവാൻ ആയിരിക്കുന്ന വ്യക്തികൾ ഒന്ന് മുന്നോട്ട് വരാമോ? പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ് എല്ലാവരും. ഇന്ന് ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം പറയുന്നു, സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് താൻ എന്തിനാണ് സ്നാനപ്പെടുന്നതെന്ന് അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവായ ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ മാത്രമേ
അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കൂടുതലായി കടക്കുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഹല്ലേലൂയ ഞാൻ പറഞ്ഞിട്ട് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു യോർദാന്റെ ഹല്ലേലൂയ കരയില്, യോർദാനില് ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ കടന്നു വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറയുന്നു, നിന്നാൽ ഞാൻ സ്നാനപ്പെടുവാൻ ആവശ്യമായിരിക്കെ ഇത് എന്ത് എന്ന് കർത്താവിനോട് ചോദിക്കുവാനിടയായിത്തീർന്നു. അപ്പൊ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, സകല നീതിയും നിവൃത്തീകരിക്കപ്പെടുവാൻ, സകല നീതിയും നിവൃത്തിയാകുവാൻ ഇപ്പോൾ നീ ഇത് സമ്മതിക്കണം. ഹല്ലേലൂയ. തന്നെ സൃഷ്ടിച്ചവൻ ഹല്ലേലൂയ തന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്നെ സ്നാനപ്പെടുത്തണമെന്ന് യോഹന്നാനോട് പറയുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, എനിക്ക് നിന്നാൽ ഈ സ്ഥാനം ആവശ്യമായിരിക്കെ നീ എന്തുകൊണ്ട് എന്റെ അടുക്കൽ സ്ഥാനപ്പെടുവാൻ കടന്നു വന്നു. കർത്താവ് പറഞ്ഞു, സകല നീതിയും, ഹല്ലേലൂയ, സകല നീതിയും നമ്മിൽ നിവൃത്തീകരിക്കണമെങ്കിൽ ഹല്ലേലൂയ നാം കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ മരിക്കണം, നാം കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെടണം, നാം കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ഹല്ലേലൂയ വീണ്ടും ജന്മം പ്രാപിച്ച് ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഹല്ലേലൂയ ദൈവത്തിന്റെ സഭയ്ക്ക് നൽകിയ പ്രത്യാശയിലേക്ക് നാം വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ ഹല്ലേലൂയ ക്രിസ്തുയേശുവിൽ ഒരു പുതിയ മനുഷ്യനായി നിങ്ങൾ തീരുവാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തോ നിങ്ങളുടെ ഡ്രസ്സിനോ നിങ്ങളുടെ ഹല്ലേലൂയ മറ്റവസ്ഥകൾക്കൊന്നും യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. പക്ഷേ ആത്മാവിൽ നിങ്ങൾ ഈ സ്നാനക്കടവിൽ ഇറങ്ങി ഹല്ലേലൂയ നിങ്ങൾ നിൽക്കുമ്പോൾ ശ്രാവകൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയുകയും ശ്രാവകൻ നിങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്തി ഹല്ലേലൂയ ഈ ഹല്ലേലൂയ വെള്ളത്തിലേക്ക് താഴ്ത്തി ഹല്ലേലൂയ നിങ്ങൾ ഉയർന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഹല്ലേലൂയ ഇതുവരെയും ഹല്ലേലൂയ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ഹല്ലേലൂയ നമ്മൾ ജനിച്ചതായ ആ ജന്മത്തിലൂടെ ലഭിച്ചതായ സകല ഹല്ലേലൂയ ജഡത്തിന്റെ അവസ്ഥകളും ഹല്ലേലൂയ കർത്താവിനോടുകൂടെ ഹല്ലേലൂയ 2000 വർഷം മുൻപ് കാൽവരി കുരിശിൽ അവൻ നമുക്ക് വേണ്ടി ആ മരണത്തെ വരിച്ചതുപോലെ നാം ആ ക്രിസ്തുയേശുവിൽ ഈ വെള്ളത്തിൽ നമ്മളെ തന്നെ അടക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ നാം എഴുന്നേറ്റ് വരുന്നത് ഹല്ലേലൂയ പഴയ മനുഷ്യനായിട്ടല്ല, ക്രിസ്തുയേശുവിൽ ഹല്ലേലൂയ പുതുക്കം പ്രാപിച്ച ഒരു പുതിയ മനുഷ്യനായിട്ടത്രേ നാം ഹല്ലേലൂയ ഈ വെള്ളത്തിൽ നിന്ന് കരക്ക് കയറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഇനിയുള്ള നമ്മുടെ ജീവിതം ഹല്ലേലൂയ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസ്തയോടുകൂടെ ആയിരിക്കാൻ കർത്താവ് ഇന്ന് സ്നാനപ്പെടുന്ന ഹല്ലേലൂയ സ്ഥാനാർത്ഥികൾക്ക് ദൈവകൃപ നൽകട്ടെ. ഹല്ലേലൂയ. മാത്രമല്ല ഹല്ലേലൂയ ഈ സ്നാനത്തിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ നീതീകരണമായി നമ്മളെ ഹല്ലേലൂയ എല്ലാ മനുഷ്യരും ഹല്ലേലൂയ യാതൊരു വ്യത്യാസവുമില്ലാതെ സകല മനുഷ്യരും ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടക്കപ്പെട്ടവരായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. എന്നാൽ ക്രിസ്തുയേശുവിൽ നാം അടക്കപ്പെടുമ്പോൾ, ക്രിസ്തുയേശുവിൽ നാം സ്നാനപ്പെടുമ്പോൾ ഹല്ലേലൂയ ന്യായപ്രമാണമെന്ന ഹല്ലേലൂയ ആ മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് ക്രിസ്തുയേശുവിൽ നിന്നിലേക്ക് ഒരു ക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റുകയാണ്. ഇതുവരെയും ഹല്ലേലൂയ ഈ പ്രപഞ്ച ശക്തികൾ ഈ ഭൂമിയിൽ ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിന്റെ ശക്തി ഇതൊക്കെയും ഓരോ മനുഷ്യനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം സ്നാനപ്പെട്ട് ക്രിസ്തുവിലായിത്തീർന്ന ശേഷം ഹല്ലേലൂയ നാം വെള്ളത്തിൽ നിന്ന് കരക്ക് കയറുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ഭരിച്ചിരുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് നാം ഹല്ലേലൂയ വിടുവിക്കപ്പെട്ട് നാം ക്രിസ്തുവിന്റെ പ്രമാണത്തിന് അർഹരായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ സ്വർഗം മാത്രമല്ല, സ്വർഗത്തിന് ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു സുദിനം കൂടിയാണ്. ഹല്ലേലൂയ സ്വർഗരാജ്യത്തിലേക്ക് 3 ആത്മാക്കളെ ചേർക്കുന്ന ഒരു മഹാസന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഒരു ആത്മാവിന്റെ വില എന്ന് പറയുന്ന കർത്താവ് പ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ ഒരു മനുഷ്യൻ തന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്തെല്ലാം നേടിയാലും അത് ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ ഈ മുഴുഭൂമിയേക്കാൾ വിലയുള്ളതാകില്ല. കാരണം ഒരു ആത്മാവിന്റെ വില എന്ന് പറയുന്നത് മുഴുഭൂമിയേക്കാൾ വിലയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട, അതുകൊണ്ട് ഹല്ലേലൂയ നിങ്ങളുടെ ആത്മാവിന്റെ വിലയെ ഹല്ലേലൂയ വ്യക്തമായി മനസ്സിലാക്കി അവരുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ശുശ്രൂഷ വിരമിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവെ, നന്ദിയോട് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പകൽക്കാലം കർത്താവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കർത്താവ് 3 ദാസിമാരെ നീ ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ക്രിസ്തുവിൽ നീ അവരെ തിരഞ്ഞെടുത്തുവല്ലോ. ഇന്നത് സ്പഷ്ടമായി വെളിപ്പെടുത്തുന്ന ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷകന്മാരെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം.
വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനെ നീ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ദേശത്ത് ആമേ സ്തോത്രം ചെയ്യപ്പെടുന്ന ശുശ്രൂഷ ഈ ദേശത്തിന് മുൻ അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി സമർപ്പിക്കുന്ന സകലത്തിൻ്റെ മേലും നിൻ്റെ കൃപയുണ്ടായിരിക്കണം. സകല കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്ന ദൈവകൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ നടക്കുന്ന നോക്കി വരണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല കർത്താവായ യേശുവേ, അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായി വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ വിശ്വസിച്ച് തിരുനാമ നിമിത്ത പാപങ്ങളെ കഴുകിക്കളയുവാൻ അങ്ങ് തീരുമാനിക്കപ്പെട്ടതായ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകല് ഞങ്ങൾ ഈ വെള്ളത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കുമ്പോൾ പഴയ മനുഷ്യനെ പൂർണ്ണമായി അടക്കം ചെയ്തിട്ട് ഒരു പുതിയ മനുഷ്യൻ ഉദ്ധാരണം പ്രാപിപ്പാൻ സ്വർഗം സഹായിക്കണമേ. ജീവിതത്തിൽ ഒരു പുതിയ വഴികളെ, പുതിയ ചിന്തകളെ, പുതിയ പ്രത്യാശയോടുകൂടെ എഴുന്നേറ്റ് വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വെള്ളത്തെ വാഴ്ത്തി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശുദ്ധീകരിക്കണമേ. സകല പാപങ്ങളും കഴുകുവാൻ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്നും ഞങ്ങളുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കണ്ടുകൊണ്ട് നിൽക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിക്കുന്ന അടിയനെ താഴ്ത്തി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുത്തണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അഖിലാണ്ടത്തിൻ്റെ ഉടയവനും സൃഷ്ടികർത്താവുമായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ പാപിയായി തീർന്നു. ആ മനുഷ്യൻ്റെ പാപത്തിൽ രക്ഷിപ്പാൻ മനുഷ്യനായി ലോകത്തിൽ പ്രത്യക്ഷനായ യേശു എന്ന നാമത്തിൽ ലോകത്തിൽ ഭൂജാതനായി എന്ന് കാർത്തിക വിശ്വസിക്കുന്നുവോ? ലോകത്തിൽ മനുഷ്യനായി വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് സകല മാനവരാശിയുടെ പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്ന് കാർത്തിക വിശ്വസിക്കുന്നുവോ? ആമേൻ. വീണ്ടും ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ജീവിക്കുന്ന യേശു വിശ്വസിക്കുന്നവരായ തൻ്റെ ദൈവമക്കളെ സഭയെ ചേർത്ത് കൊള്ളുവാൻ വേഗത്തിൽ ആകാശത്ത് പ്രത്യക്ഷനാകുമെന്നും ആമേൻ ജീവനോടിരിക്കുന്ന മനുഷ്യ രൂപാന്തരം പ്രാപിച്ച് എഴുന്നേൽക്കുമെന്നും കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമെന്നും കാർത്തിക വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൽപ്പനയാകാലും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയാകാലും കാർത്തികയെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിനായി ഞാൻ സ്നാനമേൽപ്പിക്കുന്നു. ജീവരുന്ന വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകരുടെ നിനക്ക് ലഭിക്കും. പ്രൈസ് ഗോഡ്. ഉടനെ പ്രിയനിറങ്ങി ഒരു കല്ലേ ഉള്ളൂ. ഈ വഴി ആൻറ്റി ബലം പിടിക്കുന്നതാണ്. ആൻറ്റി ബലം പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെട്ടു. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ സൃഷ്ടികർത്താവ് മനുഷ്യവർഗത്തെ പാപത്തിൽ രക്ഷിപ്പാൻ മനുഷ്യനായി ലോകത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂജാതനായി എന്ന് സഹോദരി എലിസബത്ത് വിശ്വസിക്കുന്നുവോ? മനുഷ്യനായി വെളിപ്പെട്ട കർത്താവായ യേശു സകല മാനവരാശിയുടെയും പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നതായ തൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ വേഗത്തിൽ വീണ്ടും ആകാശമധ്യേ അവൻ പ്രത്യക്ഷനാകുമെന്ന് സഹോദരി വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനയാകയാൽ സഹോദരി എലിസബത്തിനെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്നുമില്ല. പ്രൈസ് ഗോഡ്. ആമേൻ.
തുറന്ന് വലപ്പം. Praise God. അഖിലാണ്ടത്തിന്റെ ഉടയവനായ സൃഷ്ടികർത്താവും ദൈവമായവൻ മനുഷ്യവർഗത്തെ പാപത്തിൽ രക്ഷിപ്പാൻ മനുഷ്യനായ ലോകത്തിൽ വെളിപ്പെട്ടു എന്ന് മായ വിശ്വസിക്കുന്നു. ആ കർത്താവായ യേശു മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്നവരെ ചേർത്തുകൊള്ളുവാൻ കർത്താവ് യേശു വേഗത്തിൽ ആകാശമധ്യേ പ്രത്യക്ഷനാകുമെന്നുമായ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിക്കുവാൻ കർത്താവിന്റെ കൽപ്പനയാകയാൽ അവൻ മായേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിന് മരണം വരുന്ന വിശ്വസ്തയായിരിക്കുന്ന ജീവന്റെ കിരീടം നിനക്ക് ലഭിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കൃപയാൽ 3 വ്യക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് തങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളവാൻ തക്കവണ്ണം സ്വർഗം ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. മറ്റൊരു വ്യക്തി കൂടെ സ്നാനത്തിനായി ഒരുങ്ങിയതായിരുന്നുവെങ്കിലും ചില പ്രത്യേക കുടുംബ സാഹചര്യങ്ങൾ നിമിത്തം പെട്ടെന്ന് അവർക്ക് ഈ സ്നാനത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോയി. അവരെ ഓർത്ത് നമ്മൾ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ഇനിയും അനേകം ആളുകൾ ആമേൻ ഇപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകി ദൈവസഭയുടെ യഥാർത്ഥ അവകാശികളെ മാറുവാൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ദൈവസഭ, ദൈവശുശ്രൂഷകന്മാർ, ദൈവമക്കള് എല്ലാവരും നാളുകൾ ശക്തമായി പ്രാർത്ഥിക്കണം. കർത്താവിനെയും അനേകമായിരങ്ങളെ ഈ കായൽ തീരത്ത് സ്നാനമേൽപ്പിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു വലിയ കൊയ്ത്ത് ഈ ദിവസങ്ങളിൽ നമ്മുടെ കൈകളിലൂടെ നടത്തപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായി പരിശ്രമിക്കാം, അതിനായി അധ്വാനിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ. കർത്താവായ യേശുവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇന്ന് പകൽക്കാലം അങ്ങ് കർത്താവേ അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ച് ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് അവൻ മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും എന്നേക്കും ജീവിച്ചിരിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിനായി 3 പേർ സ്നാനമേൽക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവമേ, ആ വ്യക്തികളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ അവരെ അനുഗ്രഹിച്ചവനായി സ്തോത്രം. ഇന്നു മുതൽ അവർ പുതിയ മനുഷ്യരായി ജീവിപ്പാൻ, പുതിയ സ്വഭാവമുള്ളവരായി, പുതിയ ചിന്തയുള്ളവരായി, പുതിയ പ്രത്യാശയുള്ളവരായി, പുതിയ പ്രവൃത്തികളുള്ളവരായി ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ. പഴയ മനുഷ്യനെ വെള്ളത്തിൽ പൂർണ്ണമായി ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യനെ അവർ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. അതിനിടയാക്കി തീർത്ത ദൈവകൃപകൾക്കായി നന്ദി പറയുന്നപ്പ. ഈ വെള്ളത്തെ അങ്ങ് ശുദ്ധീകരിച്ചവനായി സ്തോത്രം. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നല്ലോ. ദൈവമേ, ശുശ്രൂഷകൾക്ക് സാക്ഷിയായി നിൽക്കുന്ന കാക്കാമുല ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശുശ്രൂഷകനെ ദൈവമക്കളെ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടവ എല്ലാ സാഹചര്യങ്ങളെയും സഹായങ്ങളെയും സ്വർഗീയ പിതാവ് ഒരുക്കി തന്നവനായി നന്ദി പറയുന്നു. ശേഷിക്കുന്ന സമയം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇനിയും ദൈവമേ, അനേകമായിരങ്ങൾ ഈ അനുഭവത്തിലേക്ക് വരാതെ ദേശത്തിന്റെ ചുറ്റുപാടും ഈ കായലിന്റെ ചുറ്റുപാടും ഉണ്ടല്ലോ നാഥ. അനേകമായിരങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കുവാൻ ഞങ്ങളുടെ കരങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ. ഒരു വലിയ ആത്മാവിന്റെ കൊയ്ത്ത്, അന്ത്യകാല ഉണർവിന്റെ കൊയ്ത്ത് ഞങ്ങളുടെ കരങ്ങളിൽ ഈ ദിവസങ്ങൾ ലഭിക്കപ്പെടുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷിക്കുന്ന സമയം നിന്റെ കൃപ കൂടെ ഇരിക്കും. വൈകുന്നേരം നടക്കുന്ന ആരാധന എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ വലിയൊരു നാമത്തിൽ പിതാവേ.